ഹലോ ഫ്രണ്ട്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടായിട്ടുള്ളത് 12/6/2026 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് 22/6/2026. അതായത് ഈ മാസം 12 തീയതിയാണ് സ്റ്റാർട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ഈ മാസം 22 തീയതി തന്നെ ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എൻഡ് ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന് പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് 22 തീയതിക്ക് ഉള്ളിൽ തന്നെ എല്ലാവരും അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇവർ പറയുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ, അതായത് അടുത്ത മാസം ഫസ്റ്റ് വീക്കിലായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ടോട്ടലായിട്ട് 4500 വേക്കൻസിയോളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഏജിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് തൊട്ടിട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വയസ്സിന്റെ ഇളവ്, അതായത് ഒരു 31 വയസ്സ് വരെ അവർക്കും. SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 33 വയസ്സ് വരെയും അപ്ലൈയും കാര്യങ്ങളും ചെയ്യുക. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയാണ്. അപ്പൊ ഡിഗ്രി യോഗ്യത ഉള്ള എല്ലാവർക്കും അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു എക്സാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്. 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദിയാണ് മീഡിയം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. അത് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക് തന്നെയാണ്. അതിനും ഇംഗ്ലീഷ് ഹിന്ദിയിൽ തന്നെയാവും അതും എക്സാം ഉണ്ടാവുക. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. അത് 20 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻ ആണ്. അത് ഇംഗ്ലീഷ് ഹിന്ദിയാണ്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റും കൂടി ഉണ്ട്. അത് 20 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻ ആണ്. മൊത്തത്തിൽ 60 മാർക്കിന്റെ ഒരു എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. പിന്നെ ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അറിയാത്ത ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മളെ മാർക്ക് പോവുക അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൽ നോട്ടിഫിക്കേഷനിലുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ കയറിയിട്ട് ആ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കുറേ പേർക്ക് ഒരേ മാർക്ക് തന്നെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രോസസ്, അതായത് മെറിറ്റ് ലിസ്റ്റിലേക്കൊക്കെ പേര് കാര്യങ്ങളൊക്കെ വരലും കാര്യങ്ങളും നോക്കാം. പിന്നെ ഇതിന്റെ ഫീസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ EWS OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. മെയിൽസിനാണെങ്കിൽ 800 രൂപയും പിന്നെ EWS OBC ഫീമെയിൽസിനാണെങ്കിൽ 600 രൂപയും SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 200 രൂപയും PWD കാൻഡിഡേറ്റിന് 200, പിന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കാൻഡിഡേറ്റിന് 200 രൂപയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് കേരളത്തിലുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ 116 വേക്കൻസിയോളം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ കേരളത്തിൽ എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട്, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഉള്ളത്. ഏകദേശം എല്ലാ ജില്ലകളിലേക്കും വേക്കൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അപ്ലൈ ഒക്കെ ചെയ്യുക. PDF കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യാൻ, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യുക.